ശാരീരികവും മാനസികവുമായ സൗഖ്യം നേടാനായുള്ള ഈ പ്രഭാതധ്യാനത്തിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാം. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും സുഖപ്പെടുത്താനുള്ള ശാന്തമായൊരു യാത്രയാണ് നമ്മളിന്ന് ആരംഭിക്കുന്നത്. വരൂ, ഈ നിമിഷത്തിലേക്ക് നമുക്ക് പൂർണ്ണമായി ശ്രദ്ധിക്കാം. നമ്മുടെ മനസ്സ് ഒരു വലിയ ശക്തിയാണ്. അതിന് നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന രീതി മാറ്റുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന്റെ രോഗശാന്തിയെ വരെ നമുക്ക് വേഗത്തിലാക്കാൻ കഴിയും. ഈയൊരു വിശ്വാസത്തോടെ നമുക്ക് ഈ ധ്യാനത്തിലേക്ക് കൂടുതൽ ആഴത്തിലിറങ്ങിച്ചെല്ലാം. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. ധ്യാനത്തിന്റെ ആദ്യപടിയായി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒന്നൊരുക്കാം. ശല്യങ്ങളൊന്നുമില്ലാത്ത ശാന്തമായൊരിടം കണ്ടെത്തിയിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ നട്ടില് നിവർത്തിയിരിക്കുക. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ പേശികളിലുമുള്ള പിരിമുറുക്കങ്ങളെല്ലാം പതിയെ അഴിച്ചുവിടൂ. തോളുകളും മുഖത്തെ പേശികളുമെല്ലാം റിലാക്സ് ചെയ്യുക. ഇനി സാവധാനം മൂക്കിലൂടെ ഒരു ദീർഘശ്വാസം അകത്തേക്കെടുക്കുക. വളരെ സാവധാനം അത് പുറത്തേക്ക് വിടുക. ഈ ധ്യാനത്തിലൂടെ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഭാരങ്ങളെല്ലാം നമുക്ക് താഴെ വയ്ക്കാം. പുതിയ സാധ്യതകൾക്കും പൂർണ്ണമായ സൗഖ്യത്തിനുമായി നമ്മുടെ മനസ്സിനെ തുറന്നുകൊടുക്കാം. ഇതായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഉള്ളിലെ ഊർജത്തെ ഒരു പ്രകാശമായി സങ്കൽപ്പിക്കുകയാണ്. സൗഖ്യം നൽകുന്ന ആ പ്രകാശത്തെ നമ്മുടെ ശരീരത്തിലേക്ക് ക്ഷണിക്കാം. നമ്മൾ നമ്മുടെ എനർജി ഫ്രീക്വൻസി, അതായത് ഊർജത്തിന്റെ തലം ഉയർത്താൻ പോവുകയാണ്. അതെന്താണെന്നല്ലേ? വളരെ ലളിതമാണ്. നമ്മുടെ പോസിറ്റീവായ ചിന്തകളും ഭാവനകളും ഉപയോഗിച്ച് നമ്മുടെ ഉള്ളിലെ ഊർജത്തെ കൂടുതൽ ശക്തവും സൗഖ്യദായകവുമാക്കുന്ന ഒരു പ്രക്രിയ. അത്രയുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ പുരികങ്ങൾക്ക് നടുവിലേക്ക് കൊണ്ടുവരൂ. നമ്മുടെ ആത്മീയ നേത്രമായ മൂന്നാം കണ്ണിലേക്ക്. ജ്ഞാനത്തിന്റെയും ഉൾക്കാഴ്ചയുടെയും ഒരു കേന്ദ്രമാണിത്. അവിടെ നല്ല തിളക്കമുള്ള ശുദ്ധമായൊരു വെള്ളപ്രകാശം പതിയെ രൂപപ്പെടുന്നതായി ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഇതാണ് നമ്മുടെ സൗഖ്യത്തിന്റെ ഉറവിടം. ഈ പ്രകാശത്തിന്റെ ശക്തി ഒന്ന് തിരിച്ചറിയൂ. ഇതിന് നിങ്ങളുടെ വേദനകളെ മാറ്റാനും പൂർണ്ണമായ ആരോഗ്യം തിരികെ നൽകാനും കഴിയും. ആ സൗഖ്യദായകമായ ഊർജം നിങ്ങളുടെ ഉള്ളിലേക്ക് പതിയെ പ്രവഹിക്കുന്നത് അനുഭവിക്കൂ. വിശ്വസിക്കൂ, നിങ്ങൾ പൂർണ്ണ സൗഖ്യമർഹിക്കുന്നുണ്ട്. ഇനി ഈ സൗഖ്യദായകമായ പ്രകാശത്തെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തേക്കും നമുക്കയക്കാം. ഒരു പുഴ പോലെ അത് ശാന്തമായി ഒഴുകി നീങ്ങട്ടെ. ആദ്യം ഈ പ്രകാശം നിങ്ങളുടെ തലച്ചോറിലേക്ക് കടക്കുന്നു. അവിടെയുള്ള ടെൻഷനുകൾ, സമ്മർദ്ദങ്ങൾ എല്ലാം അലിയിച്ചു കളയുന്നു. ഇനി അത് താഴേക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒഴുകി നിറയുന്നു. അവിടെ നിന്ന് ശരീരത്തിലെ ഓരോ അവയവങ്ങളിലേക്കും ഓരോ കോശങ്ങളിലേക്കും വളരെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നു. അതെ, നിങ്ങളുടെ DNA വരെ അത് ശുദ്ധീകരിക്കുന്നതായി അനുഭവിക്കൂ. ഒരു നിമിഷം നിങ്ങളുടെ ശരീരം ഈ മുറിയിൽ എത്രത്തോളം സ്ഥലം എടുക്കുന്നുവെന്നൊന്ന് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ഈ ഭൗതികമായ അസ്തിത്വത്തെ, ഈ നിമിഷത്തെ ഒന്ന് തിരിച്ചറിയൂ. ശരീരം മാത്രമല്ല, നമ്മുടെ മനസ്സും സുഖപ്പെടേണ്ടതുണ്ട്. അതിനെ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചില പഴയ വിശ്വാസങ്ങളെ മാറ്റേണ്ടതുണ്ട്. അതിലുള്ള സമയമാണിത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളെ തളർത്തുന്ന, മുന്നോട്ടു പോകാൻ സമ്മതിക്കാത്ത എന്തെങ്കിലും ഒരു വിശ്വാസം മനസ്സിലുണ്ടോ? ഒരുപക്ഷെ എന്നെക്കൊണ്ടിത് പറ്റില്ല എന്നോ ഞാനൊന്നിനും കൊള്ളില്ല എന്നുപോലുള്ള എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കൂ. ശരി, ഇനി ആ പഴയ വിശ്വാസത്തെ നമുക്ക് ഉപേക്ഷിക്കാം. അതൊരു ബോധപൂർവമായ തീരുമാനമാണ്. അതിനു പകരം നിങ്ങൾക്ക് ശക്തിയും പ്രചോദനവും തരുന്ന പുതിയൊരു വിശ്വാസം തെരഞ്ഞെടുക്കൂ. ഉദാഹരണത്തിന്, എനിക്കെന്തും നേരിടാൻ കഴിയും, അല്ലെങ്കിൽ ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. നിങ്ങൾ കണ്ടെത്തിയ ആ പഴയ വിശ്വാസത്തെ, അത് പ്രപഞ്ചത്തിന്റെ വലിയ ശക്തിക്ക് മുന്നിൽ സമർപ്പിക്കൂ. അത് നിങ്ങളിൽ നിന്ന് പൂർണ്ണമായി അകന്നു പോകുന്നതായി സങ്കൽപ്പിക്കൂ. അതിനെ സ്വതന്ത്രമാക്കൂ. വളരെ നന്നായി. ഇനി നമ്മൾ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ തിരഞ്ഞെടുത്ത പുതിയ വിശ്വാസങ്ങളെയും ആരോഗ്യത്തെയും സ്ഥിരീകരണങ്ങളിലൂടെ നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ ഉറപ്പിക്കാം. ഈ വാക്കുകൾ ഞാൻ പറയുമ്പോൾ മനസ്സിൽ ഏറ്റുചൊല്ലുക. അതിന്റെ ശക്തി അനുഭവിക്കുക. ഞാൻ ആരോഗ്യവാനാണ്. അതെ, ഞാൻ പൂർണ്ണനാണ്. എന്റെ ശരീരം അത് പൂർണ്ണമായി സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഞാൻ കൂടുതൽ ശക്തനാകുന്നു. ഇതാണ് നിങ്ങളുടെ പുതിയ യാഥാർത്ഥ്യം. ഈ പുതിയ ഊർജം, ഈ പുതിയ വിശ്വാസം നിങ്ങളുടെ ഓരോ കോശത്തിലും നിറയുന്നത് അറിയൂ. നിങ്ങളുടെ ശരീരവും മനസ്സും ഇപ്പോൾ ഒന്നായി സുഖപ്പെടുകയാണ്. ഒരു ദീർഘശ്വാസം അകത്തേക്കെടുത്ത് ഈ അനുഭവം ഉള്ളിൽ ഉറപ്പിക്കൂ. ഈ ധ്യാനം അവസാനിക്കുമ്പോൾ ഈ ഒരു ചോദ്യം മാത്രം മനസ്സിൽ കരുതുക. ഈ അനുഭവിച്ചറിഞ്ഞ ശാന്തതയും സൗഖ്യവും
ദിവസം മുഴുവൻ എങ്ങനെ നിങ്ങളോടൊപ്പം കൊണ്ടുപോകും? ഈ ഊർജം ഇന്നത്തെ നിങ്ങളുടെ വഴികാട്ടിയാകട്ടെ. സമയമെടുത്ത് വളരെ സാവധാനത്തിൽ കണ്ണുകൾ തുറക്കാം.